നമസ്കാരം. കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ ജർമ്മനിയിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നേടി. എന്നാൽ ജർമ്മനിയിൽ ഇപ്പോൾ നിലവിൽ ഒരു തൂക്കുസഭയ്ക്കാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. ആർക്കും കൃത്യമായ ഭൂരിപക്ഷം ഇനിയും ലഭിച്ചിട്ടില്ല. കൺസർവേറ്റീവ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ്റെ ചാൻസലർ സ്ഥാനാർത്ഥി ഫ്രെഡറിക് മെഴ്സാണ്. ഫ്രെഡറിക് മെഴ്സിനെ പോലെയുള്ള വളരെ പ്രമുഖനായ ഒരു നേതാവിനെ തന്നെ മുന്നിൽ നിർത്തിയാണ് അവർ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഏതായാലും ജർമ്മൻ ചാൻസലറാകാൻ എല്ലാ സാധ്യതകളും കൽപ്പിക്കുന്നതും മെഴ്സിന് തന്നെയാണ്. 69കാരനായ അദ്ദേഹം ദീർഘകാലമായി ജർമ്മനിയിലെ രാഷ്ട്രീയ രംഗത്ത് സജീവ സാന്നിധ്യമാണ്. 1989 2000 ആണ്ടിലും അദ്ദേഹം പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ശതകോടീശ്വരനായ ഒരു അഭിഭാഷകൻ കൂടിയാണ് മെഴ്സ്. CCDU DSU സഖ്യം നയിക്കുന്ന കൺസർവേറ്റീവുകൾ 22.5% വോട്ടുകളാണ് നേടിയത്. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് സഖ്യത്തിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. തീവ്ര വലതുപക്ഷ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി 20.8% വോട്ട് വീതത്തോടെ രണ്ടാം സ്ഥാനത്താണ്. എക്കാലത്തെ മികച്ച മുന്നേറ്റമാണ് ആലീസ് വേഡലിൻ്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ പാർട്ടി നടത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടം കൈവരിച്ച ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന പ്രസ്ഥാനം ഹിറ്റ്ലറുടെ തത്വങ്ങൾ പിന്തുടരുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പേരുദോഷങ്ങളിൽ ഒന്ന്. കുടിയേറ്റക്കാരെയൊക്കെ പുറത്താക്കണമെന്നും ജർമ്മൻകാർ മാത്രം ആധിപത്യം പുലർത്തിയാൽ മതിയെന്നുമൊക്കെയുള്ള വിശ്വാസങ്ങളിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ അഭൂതപൂർവമായ ഈ വിജയം ഏവരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ലോകവും ജർമ്മനിയും എല്ലാം തള്ളിക്കളഞ്ഞ ഹിറ്റ്ലറുടെ നാസി പ്രസ്ഥാനത്തിൻ്റെ തത്വങ്ങൾ വീണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ പുനർജനിക്കുന്നത് ഏവരും ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. കാരണം ജർമ്മനിയിൽ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. ഇവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലപ്പോഴും നവനാസി പ്രസ്ഥാനങ്ങൾ പലതും ജർമ്മനിയിൽ പ്രക്ഷോഭം നടത്തുകയും വിദേശികളെ ആക്രമിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇവരുടെ വിജയത്തെ പലരും ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഇടത് പാർട്ടികളും ഗ്രീൻ പാർട്ടിയും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലെ ഭരണകക്ഷിയായ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി 16.4% മാത്രം വോട്ടുകൾ നേടിയാണ് പുറത്തായിരിക്കുന്നത്. ഒലോഫ് ഷോൾസ് ആണ് നിലവിൽ ജർമ്മൻ ചാൻസലർ. ഈ പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് തന്നെ ആണ് എന്ന് ഷോൾസ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഏതായാലും ജർമ്മനിയിൽ പുതുതായി ഭരണത്തിലെത്തുന്ന ചാൻസലർക്ക് ഒട്ടേറെ വെല്ലുവിളികളാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ കുറച്ച് വർഷങ്ങളായി അത്ര നല്ല നിലയിലല്ല. മാത്രവുമല്ല, ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്ന സമയത്ത് യുക്രൈനെ എക്കാലത്തും പൂർണ്ണമായി പിന്തുണച്ചിരുന്ന ഒരു രാജ്യം തന്നെയാണ് ജർമ്മനി. അമേരിക്കയിലെ ജോ ബൈഡൻ സർക്കാർ കഴിഞ്ഞാൽ യുക്രൈന് ഏറ്റവും അധികം ആയുധ സഹായം നൽകിയിരുന്ന രാജ്യം കൂടിയായിരുന്നു ജർമ്മനി. ജർമ്മനി യുദ്ധസമയത്ത് യുക്രൈന് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകാനെടുത്ത തീരുമാനം അന്ന് വലിയ വിവാദവും ഉയർത്തിയിരുന്നു. ഏതായാലും ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ രാജ്യം ഇതേവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ശക്തമായ പോളിംഗാണ് നടന്നത്. 85% ജനങ്ങളും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 1990 ജർമ്മനികൾ ഏകീകരിച്ച് ഒറ്റ ജർമ്മനി ആയതിനു ശേഷം ഇത്രയധികം പോളിംഗ് ശതമാനം ഉയരുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏതായാലും ജർമ്മനിയിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ അഭിനന്ദിച്ചിട്ടുണ്ട്. സാമ്പത്തിക മാന്ദ്യം, കുടിയേറ്റം, ആഭ്യന്തര പ്രശ്നങ്ങൾ, ട്രംപ് ഭരണകൂടവുമായുള്ള ബന്ധം, റഷ്യ യുക്രൈൻ സംഘർഷം എന്നിവയാണ് തിരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചാ വിഷയമായത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത്. ഏതായാലും ഫ്രെഡറിക് മെഴ്സ് തന്നെ ജർമ്മൻ ചാൻസലറാകും എന്നുള്ളത് ഉറപ്പാണ്. അതിന് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. മറ്റ് കക്ഷികളുടെ കൂടി സഹായത്തോടെ ആയിരിക്കാം ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ മെഴ്സിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എന്നുള്ളത് ഉറപ്പാണ്. കാരണം നിലവിലവിടെ തൂക്കസഭയ്ക്ക് തന്നെയാണ് സാധ്യത തെളിയുന്നത്.